എന്തുകൊണ്ട് നിനക്ക് മാത്രം എവിടെ എത്താൻ പറ്റുന്നില്ല? അല്ലെങ്കിൽ നിന്റെ കൂടെ ഉള്ളവരെല്ലാം രക്ഷപ്പെട്ടു, നീ മാത്രം എന്തുകൊണ്ട് രക്ഷപ്പെട്ടിട്ടില്ല എന്ന് നീ ഇടയ്ക്കിടയ്ക്ക് ആവർത്തിച്ച് പറയുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? നീ അവരുടെ ജീവിതത്തിലോട്ടും അല്ലെങ്കിൽ അവരുടെ ഉയർച്ചയിലോട്ടും എത്തി നോക്കാനുള്ള നിൻ്റെ ഈ ഒരു ക്യൂരിയോസിറ്റിയും നിൻ്റെ ഈ ഒരു ആത്മാർത്ഥതയും നീ നിൻ്റെ ജീവിതത്തിലോട്ടൊരു നിമിഷം നീ ഒന്ന് ഉപയോഗിച്ച് നോക്കി. അന്ന് നിനക്ക് മനസ്സിലാകും അവർക്കാൾ ങ്ങളിൽ നിനക്ക് എത്താൻ പറ്റുന്നു. അവർ ഇതിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർ ജീവിതത്തിൽ വിജയിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് അവരുടെ കഴിവ് കൊണ്ട് മാത്രമാണ്. അവർ അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്തും അതിലേക്ക് ഇറങ്ങി പണിയെടുക്കണം. എന്നാൽ മാത്രമേ നിനക്ക് വിജയിക്കാൻ പറ്റൂ. നീ അവർ ജയിച്ചു അല്ലെങ്കിൽ എനിക്ക് ജയിക്കണം എനിക്ക് രക്ഷപ്പെടണമെന്ന് 100 തവണ ആവർത്തിച്ച് പറഞ്ഞാലും നീ ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് നീ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. നീ രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ, നീ ആഗ്രഹിച്ച ലെവലിലോട്ട് എത്തണമെങ്കിൽ നീ ആദ്യം അതിനു വേണ്ടി പരിശ്രമിക്കണം. അല്ലെങ്കിൽ അതിലേക്ക് ഇറങ്ങി പണിയെടുത്താൽ മാത്രമേ നിനക്ക് അതിന് റിസൾട്ട് കിട്ടൂ എന്നുള്ളത് നീ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. നീ ആദ്യം മറ്റുള്ളവരുമായിട്ട് നിന്നെ ഒരിക്കലും കമ്പയർ ചെയ്യാതിരിക്കുക. അവർക്ക് ഒരുപോലെ സമയം കിട്ടുന്നുണ്ട്, നിനക്ക് ഒരുപോലെ സമയം കിട്ടുന്നുണ്ട്. അവരുടെ സമയം അവർ അവരുടെ വിജയത്തിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ പരിശ്രമിച്ചും അതിലേക്ക് ഇറങ്ങി ഹാർഡ് വർക്ക് ചെയ്തതും കൊണ്ടാണ് അവർക്ക് ആ ഒരു സമയം കൊണ്ട് അവർക്ക് ഇമ്പ്രൂവ് കിട്ടുന്നത്, അവർക്ക് രക്ഷപ്പെടാൻ കഴിയുന്നത്, അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുന്നത്. അതുപോലെ നിനക്കും 24 മണിക്കൂർ കിട്ടുന്നുണ്ട്. നീ നിൻ്റെ ഈ വിലപ്പെട്ട സമയം നീ വേസ്റ്റ് ആക്കുന്ന ആ ഒരു സമയത്ത് നീ പരിശ്രമിക്കുക. എന്നെക്കൊണ്ട് പറ്റുമെന്നും ഒറ്റ തൻ്റെ ഇടത്തോടു കൂടി നീ പരിശ്രമിക്കുക. ഒരു നാൾ നിനക്കും വിജയത്തിലേക്ക് എത്താൻ പറ്റും. നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലോട്ടും ഒരു ദിവസം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നാൾ രക്ഷകൻ വരുമെന്നും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുമെന്നുള്ള തോട്ട് നീ ആദ്യം നിൻ്റെ മനസ്സിൽ നിന്ന് എന്നെടുത്ത് കളയുന്നു, അന്ന് മുതലായിരിക്കും വിജയം തുടങ്ങാൻ പോകുന്നതെന്ന് നീ മനസ്സിലാക്കണം. ഒരു കാര്യം മനസ്സിലാക്കുക, ആരുടെ ജീവിതത്തിലോട്ടും അല്ലെങ്കിൽ ഏതൊരു വ്യക്തിക്കും ഒരു രക്ഷകൻ എന്നുള്ളൊരു ഒരാൾ വരില്ല എന്ന് നീ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ വിജയം നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ്. നമ്മുടെ വിജയത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ മാത്രമേ പരിശ്രമിച്ചാൽ മാത്രമേ എത്താൻ പറ്റൂ. നമ്മൾ മാത്രമേ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് എവിടെയും എത്താൻ പറ്റൂ. അല്ലാതെ ഏതൊരു വ്യക്തി വന്നിട്ട് നമുക്ക് വേണ്ടി പണിയെടുക്കുകയില്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. അല്ലെങ്കിൽ ആരുടെ ഔദാര്യം കൊണ്ടും നീ രക്ഷപ്പെടുന്നില്ല, ഏത് രക്ഷകനുമൊന്നും നിന്നെ രക്ഷപ്പെടുത്താൻ പോകുന്നില്ല. നീ പരിശ്രമിച്ചാൽ നിനക്ക് വിജയം, നീ പരിശ്രമിച്ചിട്ടില്ലെങ്കിൽ നിനക്ക് ലോകപരാജയം എന്നുള്ളത് നീ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നാൾ നമുക്ക് രക്ഷപ്പെടാൻ ഏതെങ്കിലും ഒരു രക്ഷകൻ വരുമെന്ന് ആ ഒരു തോട്ട് നിനക്ക് തോന്നിക്കഴിഞ്ഞോ, മനസ്സിൽ കറ പറ്റി കഴിഞ്ഞാൽ നീ എപ്പോഴും ആ ഒരു സമയത്തിനായി നീ കാത്തിരിക്കും. അല്ലാതെ നിനക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. നിനക്ക് പരിശ്രമിക്കാനുള്ള ആ ഒരു മൈൻഡാലിറ്റി നഷ്ടപ്പെടുമെന്നുള്ളതാണ് നീ മനസ്സിലാക്കേണ്ടത്. നീ ആ ഒരു സമയത്തിനായി അല്ലെങ്കിൽ ആ ഒരു രക്ഷകൻ വരാനായി നീ വെയിറ്റ് ചെയ്തിരിക്കും. എന്തെങ്കിലും വരും അല്ലെങ്കിൽ എന്തെങ്കിലും രക്ഷപ്പെടും, എന്തെങ്കിലും വരും. ആ ഒരു ഭാഗ്യം നമുക്ക് എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിലോട്ട് വന്ന് ചേരും എന്ന് നീ ആഗ്രഹിച്ചു കൊണ്ടേയിരിക്കുക എന്നല്ല, ഒരിക്കലും നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. നീ ഇതിലേക്ക് ഇറങ്ങി വർക്ക് ചെയ്താൽ മാത്രമേ നിനക്ക് ഇമ്പ്രൂവ് കിട്ടൂ എന്നുള്ളത് നീ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. If you ultimately have a dream, go work for it. Don't waste your time.